ആശാപൂർണ ദേബി എഴുതിയ ഒരു ബംഗാളി കഥയാണ് ദി മാച്ച് ബോക്സ്. സ്ത്രീകളെ മാച്ച് ബോക്സിനോട് ഉപമിച്ചിരിക്കുകയാണ് എഴുത്തുകാരി. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ചെറുകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അജിത്തും നോമിതയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. തീരെ പാവപ്പെട്ട വീട്ടിൽ നിന്നുമാണ് അജിത്ത് എന്ന പണക്കാരൻ നോമിതയെ കല്യാണം കഴിച്ചത്. എന്നാൽ ആ വീട്ടിൽ നോമിത ആഗ്രഹിച്ചിരുന്ന സ്വാതന്ത്ര്യം അവൾക്ക് ലഭിച്ചിരുന്നില്ല. അവൾക്ക് വരുന്ന കത്തുകൾ പോലും അജിത്ത് വായിച്ചതിന് ശേഷം മാത്രമേ നോമിതയ്ക്ക് കൊടുത്തിരുന്നുള്ളൂ. നോമിതയുടെ അമ്മയ്ക്ക് പണം അയക്കണമെങ്കിൽ പോലും അജിത്തിൻ്റെ കാല് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരിക്കൽ അലക്കുകാരൻ വന്നപ്പോൾ കൊടുക്കാനെടുത്ത അജിത്തിൻ്റെ ഷർട്ടിൽ നിന്നും ചുരുണ്ട് കൂടിക്കിടന്ന നിലയിൽ നോമിതയുടെ അമ്മ അയച്ച കത്ത് കിട്ടിയപ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട നോമിത ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി കത്തിക്കുന്ന നിലയിൽ വരെ എത്തുന്നു. ആ രംഗമാണ് ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട നോമിത മോൾക്ക്, നിനക്കവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു. അജിത്തിൻ്റെ കൊട്ടാരം പോലുള്ള വീട്ടിൽ നീ റാണിയെപ്പോലെയാണല്ലോ കഴിയുന്നത്. അമ്മയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് മോളെ. നമ്മുടെ വീടിൻ്റെ കൂര മുഴുവൻ കാറ്റത്ത് തകർന്നു പോയി. മഴ പെയ്യുമ്പോൾ മുഴുവൻ ചോർന്നൊലിക്കുകയാണ് മോളെ. എൻ്റെ കയ്യിൽ ഇതൊന്നും നന്നാക്കാൻ കാശില്ല. ഒരു ദിവസം ഇതെല്ലാം ഇടിഞ്ഞു വീണ് നിൻ്റെ അമ്മ മരിച്ചു പോകും. അജിത്ത് വലിയ മനസ്സുള്ളവനാ, വിശാല ഹൃദയനാ. അവനോട് പറഞ്ഞ് അമ്മയ്ക്ക് കുറച്ച് കാശ് അയച്ചതാ മോളെ. നിനക്ക് നല്ലത് വരും എന്ന് നിന്റെ അമ്മ. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? എന്ത് അന്തസ്സും അഭിമാനത്തോടും കൂടാ ഞാനിവിടെ ജീവിക്കുന്നത്. അമ്മയോട് ഇനി ഞാൻ പറയാം, ഇവിടുന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്ന്. ഞാൻ ഉടനെ തന്നെ അമ്മയ്ക്ക് കത്തെഴുതാൻ പോവാം. എനിക്ക് വയ്യ, എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട. എന്ന് വന്നതാ ഈ കത്ത്? കത്തോ? ഏത് കത്ത്? ഓ, നിന്റെ അമ്മ അയച്ച കത്തല്ലേ? ഈ കത്ത് വന്ന കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സോറി, എനിക്കൊന്നും തരാൻ പറ്റിയില്ല. എന്താ പറ. ഇതെന്തൊരു ശല്യം. ഞാൻ മറ നല്ല എന്തുവാ നുണയെ. നീ എന്തിനീ വായി തോന്നിയൊക്കെ വിളിച്ചു തുറക്കുന്നേ? മനുഷ്യൻ മറക്കത്തില്ലയോ? ഇല്ല, അങ്ങനെ ആരും മറക്കത്തില്ല. നിങ്ങൾ എന്തിനാ എനിക്ക് വരുന്ന കത്ത് പൊട്ടിച്ച് വായിക്കുന്നേ? ഞാനൊന്നും തുറന്നാലൊന്നും എന്റെ സ്വന്തം ഭാര്യയുടെ തന്നെ കത്തില്ലയോ, അല്ല വേറെ ആരുടെ അല്ലല്ലോ. എന്ത് കാര്യത്തിന്? ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വരുന്ന കത്ത് പൊട്ടിച്ച് വായിക്കരുതെന്ന്. നീ ഇത്ര എതിർക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. നീ നിനക്കാരെങ്കിലും ലവ് ലെറ്റർ അയക്കുവാണെങ്കിൽ ഞാൻ ഒന്നും അറിയണ്ടേ? നിർത്ത്. എന്ത് തരതാണ് മനുഷ്യനാണ് നിങ്ങൾ? രാവും പകലും ഇല്ലാതെ മരുമന്റെ കൈ നീട്ടി നടക്കുന്നവരൊക്കെ ഹൈ ക്ലാസ്. ചാണാൻ ഭാര്യയാണെന്നുള്ള ഇപ്പൊ റാണി ആയപ്പോഴത്തേക്കും മിണ്ടരുത്. മിണ്ടരുതെന്ന്? എന്ത് മിണ്ടരുതെന്ന്? എനിക്ക് തോന്നിയൊക്കെ ഞാൻ ചെയ്യും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നിനക്ക് നേടി ഭ്രാന്താണോ? ദേഷ്യം വരുമ്പോ സാരി എടുത്ത് കത്തിക്കാൻ മാത്രം. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരാം. ഇതാണ് നോമിത. ഉള്ളിൽ അജിത്തിനോട് ശക്തമായ വെറുപ്പും ദേഷ്യവും ഉണ്ടായിട്ടും അവൾ മറ്റുള്ളവരെ അത് അറിയിക്കില്ല. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പെരുമാറും. അജിത്തിൻ്റെ മുഖംമൂടി മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ടാണ് സ്ത്രീകളെ മാച്ച് ബോക്സുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ധൈര്യമായിട്ട് പോക്കറ്റിൽ വരെ ഇടാം. അത് സ്വയം ഉരച്ച് എന്തായാലും തീ ഉണ്ടാക്കില്ല.